BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഖത്തറിലേക്ക് പുതുതായി നിയോഗിക്കപ്പെട്ട ബഹ്റൈൻ അംബാസഡർ മുഹമ്മദ് ബിൻ അലി അൽ ഖദമിനെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി സ്വീകരിച്ചു. ദോഹയിലെ ദിവാൻ അമീറിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അംബാസഡറിൽ നിന്ന് ഖത്തർ അമീർ നിയമന രേഖകൾ സ്വീകരിച്ചു. രാജാവ് ഹമദ് ബിൻ ഈസൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരുടെ അഭിവാദ്യങ്ങൾ അംബാസഡർ ഖത്തർ അമീറിന് കൈമാറുകയും പ്രത്യഭിവാദ്യം നേരുന്നതിന് അദ്ദേഹം അംബാസഡറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ബഹ്റൈനും ഖത്തറും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും മെച്ചപ്പെട്ട നിലയിലാണെന്ന് വിലയിരുത്തുകയും കൂടുതൽ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിനുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ഏൽപ്പിക്കപ്പെട്ട ചുമതല ഭംഗിയായി നിർവഹിക്കാൻ അംബാസഡർമാർക്ക് സാധ്യമാകട്ടെയെന്നും ഖത്തർ അമീർ ആശംസിച്ചു. വ്യാജ റിക്രൂട്ട്മെന്റ് വഴി തംകീൻ തൊഴിൽ ഫണ്ടിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ ഉൾപ്പെട്ട പ്രതികൾ പിടിയിൽ. സ്വദേശികൾക്ക് തൊഴിൽ നൽകിയെന്ന വ്യാജരേഖയുണ്ടാക്കിയാണ് തംകീൻ തൊഴിൽ ഫണ്ടിൽ നിന്നുള്ള സഹായം ഇവർ തട്ടിയെടുത്തത്. കമ്പനി ഉടമയെയും ചോദ്യം ചെയ്തിരുന്നു. 53,720 ദീനാറാണ് ഇവർ തട്ടിയെടുത്തത്. തംകീനിൽ നിന്നുള്ള പരാതിയെ തുടർന്നാണ് കമ്പനിക്കെതിരെ നടപടി സ്വീകരിച്ചത്. തംകീൻ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലുമാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. 25 പേരെ തൊഴിലിന് വെച്ചതായാണ് രേഖയിലുണ്ടായിരുന്നത്. എന്നാൽ ഇതെല്ലാം വ്യാജ തൊഴിൽ കരാറുകൾ തയ്യാറാക്കി പണം തട്ടിയെടുക്കാനായി ഉപയോഗിച്ചതായാണ് കണ്ടെത്തിയത്. പ്രതികളെ റിമാൻഡ് ചെയ്യാനും പിന്നീട് കേസ് കോടതിയിലേക്ക് മാറ്റാനും പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു. അടുത്തിടെ നടന്ന നിയമവിരുദ്ധ കലാപങ്ങളിൽ ഉൾപ്പെട്ട നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അറസ്റ്റിലായവരിൽ ചിലർ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം പൊതുമാപ്പ് ലഭിച്ച് മോചിതരായവരാണ്. പ്രായപൂർത്തിയാകാത്തവരും പിടിയിലായിട്ടുണ്ട്. ഇവരെ നിയമപരമായ നടപടികൾക്കനുസൃതമായി രക്ഷിതാക്കൾക്ക് കൈമാറും. ഇത്തരം പ്രവർത്തനങ്ങൾ പൊതുസമാധാനത്തിനും സാമൂഹിക ഐക്യത്തിനും ഭീഷണിയായതിനാൽ നിയമമനുസരിച്ച് നടപടിയെടുക്കും. രാജ്യത്തിന്റെ സ്ഥിരത നിലനിർത്തേണ്ടത് ദേശീയ കടമയാണ്. സമാധാനവും സ്ഥിരതയും ഉയർത്തിപ്പിടിക്കാൻ മന്ത്രാലയം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്തു. ചെമ്മീൻ പിടിക്കുന്നതിനുള്ള വിലക്ക് അവസാനിച്ചതോടെ മാർക്കറ്റുകളിൽ ചെമ്മീൻ എത്തി തുടങ്ങി. ഫെബ്രുവരി മുതൽ ജൂലൈ 31 വരെയാണ് എല്ലാ വർഷവും ചെമ്മീൻ പിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്താറുള്ളത്. പ്രജനനകാലമായതിനാലാണ് ഈ കാലയളവിൽ ചെമ്മീൻ പിടിക്കുന്നതിന് രാജ്യത്ത് വിലക്ക് ഏർപ്പെടുത്തിയത്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കാക്കി വിവിധ സന്ദർഭങ്ങളിൽ തദ്ദേശീയമായി ലഭിക്കുന്ന പല മത്സ്യങ്ങളും പിടിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താറുണ്ടെന്നും പരിസ്ഥിതിക്കാരെ സുപ്രീം കൗൺസിലിന് കീഴിലെ സമുദ്ര സമ്പദ് വിഭാഗം അറിയിച്ചു. നിരോധിത വേളയിൽ സാഫി മത്സ്യം പിടിച്ച സംഭവത്തിൽ 120 കിലോ ചെറിയ സാഫി കണ്ടെടുത്തു. പ്രജനനകാലമായതിനാലാണ് സാഫിയുടെ പിടുത്തത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. സാഫിയുടെ പിടുത്തവും വിൽപ്പനയും നടത്താതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും സമുദ്ര സമ്പദ് വിഭാഗം ഉണർത്തിയിട്ടുണ്ട്. നിയമം ലംഘിച്ച് സാഫി പിടിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷന് കീഴിൽ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവർക്കായി പ്രാർത്ഥനയും അനുശോചന യോഗവും സംഘടിപ്പിക്കുന്നു. സെഞ്ചിലെ ഫ്രണ്ട്സ് സെന്ററിൽ ഇന്നലെ വൈകിട്ട് 7-നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദുരിതക്കയത്തിൽപ്പെട്ടവർക്ക് സഹായവും ഇതോടനുബന്ധിച്ച് പ്രഖ്യാപിക്കും. പീപ്പിൾസ് ഫൗണ്ടേഷനുമായി ചേർന്നാണ് പുനരധിവാസ പദ്ധതികൾക്ക് സഹായം നൽകുകയെന്നും ആക്ടിംഗ് പ്രസിഡന്റ് സമീർ ഹസൻ വ്യക്തമാക്കി. വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രകൃതി ദുരന്തത്തിനിരകളായവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മലയാളി സമൂഹം. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ വിവിധ സംഘടനാ പ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു. പ്രതീക്ഷിതമായി സംഭവിച്ച ദുരിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരും ജീവിതം മനുഷ്യരുടെ വേദനയിൽ സമാജം പങ്കുചേരുന്നതായും പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടത്തുന്ന കേരള കേന്ദ്ര സർക്കാർ ഏജൻസികളുടെയും നാട്ടുകാരുടെയും പ്രവർത്തനം സമാനതകളില്ലാത്തതാണ്. രക്ഷാപ്രവർത്തകരോട് ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു. വിവിധ ലോക കേരള സഭാ മെമ്പർമാർ, സംഘടനാ പ്രതിനിധികൾ എന്നിവരും സംസാരിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ SNCS സിൽവർ ജൂബിലി ഹാളിൽ അനുശോചന യോഗം നടന്നു. വിവിധ സംഘടനാ പ്രതിനിധികളടക്കം പങ്കെടുത്തു. ICRF ചെയർമാൻ ബാബു രാമചന്ദ്രൻ, പ്രവാസി ലീഗൽ സെൽ പ്രസിഡന്റ് സുധീർ തിരുനലത്ത്, SNCS ചെയർമാൻ കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. SNCS സെക്രട്ടറി ശ്രീകാന്ത് സ്വാഗതവും വനിതാ വിഭാഗം കൺവീനർ സംഗീത ഗോകുൽ നന്ദിയും രേഖപ്പെടുത്തി.
വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയ്ക്കായി കേന്ദ്ര സർക്കാർ 1000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് പ്രവാസി വെൽഫെയർ എക്സിക്യൂട്ടീവ് ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ ഉരുൾപൊട്ടൽ ദുരന്ത ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭീകരമായ സംഭവങ്ങളിലൊന്നാണ് മുണ്ടക്കൈയിൽ സംഭവിച്ചിരിക്കുന്നത്. മുൻവർഷങ്ങളിൽ നടന്ന പുത്തുമല ദുരന്തമടക്കമുള്ള അപകടങ്ങൾ വയനാട് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിൽ നിരന്തരം പ്രളയവും ഉരുൾപൊട്ടലും അടക്കം അപകടങ്ങളും ദുരന്തങ്ങളും സംഭവിച്ചിട്ടും കേന്ദ്ര സർക്കാർ അത്തരം സന്ദർഭങ്ങളിൽ മതിയായ സഹായം വയനാടിനോ കേരളത്തിനോ അനുവദിച്ചിട്ടില്ല. പ്രകൃതി ദുരന്തങ്ങളിലൂടെ നിരവധി ജീവഹാനിയും സാമ്പത്തിക നഷ്ടങ്ങളും സംഭവിച്ചിട്ടും കേന്ദ്ര ബജറ്റുകളിൽ കേരളം ബോധപൂർവ്വം തഴയപ്പെടുകയാണ് ഉണ്ടായത്. വിവേചനപരമായ ഈ നിലപാട് കേന്ദ്ര സർക്കാർ തിരുത്തുകയും കേരളത്തോട് കൂടുതൽ മനുഷ്യത്വപൂർണ്ണവും നീതിയുക്തവുമായ നിലപാട് സ്വീകരിക്കുകയും വേണം. ദുരിതബാധിതരുടെ പാർപ്പിടം, ഭക്ഷണം, തൊഴിൽ, ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾ അടിയന്തര പ്രാധാന്യത്തിൽ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നിരവധി പേരുണ്ട്. അവർക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കണം. ദുരന്തത്തിന്റെ ആഘാതം അനുഭവിച്ച് അതിജീവിച്ച മുഴുവൻ പേർക്കും മാന്യമായ പുനരധിവാസവും ഉറപ്പുവരുത്തണം. ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ, ഗതാഗതം, തൊഴിൽ, കൃഷി, വാണിജ്യ മേഖല തുടങ്ങിയ മേഖലകളിൽ വയനാടിനെ പ്രത്യേകമായി പരിഗണിക്കണം. ഇത്തരം ലക്ഷ്യങ്ങൾ നിറവേറുന്ന രീതിയിൽ 1000 കോടിയുടെ അടിയന്തര സ്പെഷ്യൽ പാക്കേജ് വയനാട് ജില്ലയ്ക്കായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കണമെന്നും യോഗം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് രക്ഷാദൌത്യം നടത്തുന്നവർക്കും വിവിധ സേനകൾക്കുമായി സന്നദ്ധ സംഘടനകളും വ്യക്തികളും കൊണ്ടുവരുന്ന ഭക്ഷണം ചൂരൽമല നീലിക്കാപ്പ് സെന്റ് മേരീസ് ചർച്ചിന് സമീപം സജ്ജീകരിച്ചിരിക്കുന്ന ഫുഡ് കളക്ഷൻ സെന്ററിൽ ഏൽപ്പിക്കണമെന്ന് കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. ദുരന്ത പ്രദേശം ഉൾപ്പെടുന്ന വിവിധ സോണുകളിലേക്ക് നേരിട്ട് ഭക്ഷണം എത്തിക്കാൻ ആരും തന്നെ ശ്രമിക്കരുത്. അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിയന്ത്രണം. രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും ഫോഴ്സുകൾക്കുമുള്ള ഭക്ഷണം മേപ്പാടിയിലെ പൊതുവായ കിച്ചണിലാണ് ക്രമീകരിക്കുന്നത്. അവിടെ നിന്നും ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിൽ ചൂരൽമലയിൽ ഒരുക്കിയിട്ടുള്ള ഫുഡ് സെന്ററിൽ എത്തിക്കും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകം നിയോഗിച്ചുകൊണ്ടുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ മുഖാന്തരമാണ് നൽകുകയെന്നും കളക്ടർ അറിയിച്ചു. ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നും സഹായം പ്രവഹിക്കുകയാണ്. വസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും തുടങ്ങി വിവിധ സാധന സാമഗ്രികളാണ് കനിവുള്ള മനുഷ്യർ സഹജീവികൾക്കായി എത്തിക്കുന്നത്. എന്നാൽ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ളം നിലവിൽ ലഭിച്ചിട്ടുണ്ടെന്നും ഇനിയുള്ള സഹായങ്ങളിൽ കുടിവെള്ളം ഒഴിവാക്കണമെന്നും വയനാട് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചു. പൊതുജനങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും വയനാടിന് ലഭിക്കുന്ന എല്ലാവിധത്തിലുള്ള സഹായങ്ങൾക്കും ഭരണകൂടം നന്ദി അറിയിച്ചു. അതിനിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ സംബന്ധിച്ചും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾ ദുരന്തത്തിൽ മരണം 339. ദുരന്തത്തിൽപ്പെട്ട 284 പേരെ കണ്ടെത്താനുണ്ട്. മരിച്ചവരിൽ 29 പേർ കുട്ടികളാണ്. ചാലിയാറിൽ നിന്ന് 172 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. 133 ശരീരഭാഗങ്ങളും തിരച്ചിലിൽ കണ്ടെത്തി. 140 മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ആകെ 119 മൃതദേഹങ്ങളും 87 ശരീരഭാഗങ്ങളും ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. 207 മൃതദേഹങ്ങളുടെയും 134 ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. 62 മൃതദേഹങ്ങൾ ജില്ലാ ഭരണകൂടത്തിനും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയ 27 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്കും കൈമാറി. തിരിച്ചറിഞ്ഞ 74 മൃതദേഹങ്ങളും തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങളും പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. ദുരന്തത്തിൽപ്പെട്ട 273 പേരെയാണ് വിവിധ ആശുപത്രിയിൽ എത്തിച്ചത്. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിവിധ ആശുപത്രികളിൽ 84 പേർ ചികിത്സയിലുണ്ട്. 187 പേർ ആശുപത്രി വിട്ടു. തൃശൂർ ജില്ലയിൽ മഴ തുടരാനുള്ള സാധ്യതയും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ പല റോഡുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാലും മധുരപ്പള്ളി മലക്കപ്പാറ വഴിയുള്ള എല്ലാ യാത്രയ്ക്കും ശനി, ഞായർ ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. അടിയന്തര സാഹചര്യങ്ങളിൽ വാഹനങ്ങൾക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുൻകൂർ അനുമതിയോടെ യാത്ര ചെയ്യാം. ആവശ്യമായ നടപടികൾ ജില്ലാ പോലീസ് മേധാവികൾ, തൃശൂർ, വാഴച്ചാൽ, ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാർ എന്നിവർ സ്വീകരിക്കണം. കോടതി നടപടികളുടെ ലൈവ് സ്ട്രീമിംഗിന് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് പകരം സ്വന്തമായ ആപ്ലിക്കേഷനുമായി കോടതിയുടെ നിയന്ത്രണത്തിലുള്ള സെർവറിലൂടെ ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നതിനാൽ കോടതി നടപടിക്ക് ശേഷം ഇതിന്റെ വീഡിയോ ഓൺലൈനിൽ ലഭ്യമാക്കുന്ന വിധത്തിലാണ് പുതിയ സംവിധാനം. യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുമ്പോൾ കോടതി നടപടികൾ ഓൺലൈനിൽ സ്ഥിരമായി ലഭ്യമാക്കുമായിരുന്നു. ഹൈക്കോടതിയുടെ IT സംഘമാണ് പുതിയ സംവിധാനം വികസിപ്പിച്ചത്. വ്യാഴാഴ്ച പുതിയ ആപ്ലിക്കേഷനിലൂടെ ഹൈക്കോടതി ഫുൾ കോർട്ട് സിറ്റിംഗിന്റെ ലൈവ് സ്ട്രീമിംഗ് നടത്തി. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പൻ, ജസ്റ്റിസ് S മനു എന്നിവരടങ്ങുന്ന ഫുൾ ബെഞ്ച് സിറ്റിംഗാണ് ലൈവ് സ്ട്രീമിംഗിലൂടെ സംപ്രേഷണം ചെയ്തത്. കൺസോൾ സോഫ്റ്റ്വെയറാണ് ഓൺലൈൻ സിറ്റിംഗിന് ഉപയോഗിക്കുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.